ലീഡർഷിപ്പ് ക്വാളിറ്റിക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാണ് ടേക്ക് ഇനിഷ്യേറ്റീവ്. നിങ്ങൾ ഒരു മുതൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നു. അപ്പോൾ നിങ്ങൾ പല കാരണങ്ങളാലും ലേറ്റായി പോയി, അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു റൂം എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പല ഹോട്ടലുകളിലെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അവരെല്ലാവരും പറയുന്നു സിംഗിൾസിന് റൂം തരാൻ പറ്റത്തില്ല, ഇപ്പോൾ ഒരുപാട് ലേറ്റായി പോയി നൈറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ നോക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അയാൾ പോയി ഒരു ഹോട്ടലുകാരുമായിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുവാണ്, ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് ലേറ്റായി പോയി, ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു റൂം റെഡിയാക്കി തരണം, ഞങ്ങൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, രാവിലെ തന്നെ ഞങ്ങളത് വെക്കേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഫൈനലി നിങ്ങൾക്ക് റൂം കിട്ടുന്നു. അപ്പോൾ അയാൾ എന്താ ചെയ്തത്? ഹി ടുക്ക് ദ ഇനിഷ്യേറ്റീവ്. അയാളാണ് ഇനിഷ്യേറ്റീവ് എടുത്തതും ഹോട്ടലുകാരുടെ അടുത്ത് പോയി സംസാരിക്കുകയും ഫൈനലി നിങ്ങൾക്ക് റൂം കിട്ടുന്നത്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചില സീനിയർ ആയിട്ടുള്ള വ്യക്തികളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് അടുത്തത് എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്, ഏത് കോഴ്സിനാണ് ചേരേണ്ടത്, ഏത് കോളേജാണ് നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, വീട്ടിൽ ഒരു പ്രത്യേക സംഭവം നടന്നു, ആ സംഭവം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഇദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ സാധാരണ എല്ലാ വസ്തുതകളും കൺസിഡർ ചെയ്തിട്ട് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ എപ്പോഴും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക: ഇനിഷ്യേറ്റീവ് എടുക്കുക, ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകും. ഇതെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ലക്ഷണങ്ങളാണ്.